പാലാ നഗരസഭാ സ്റ്റേഡിയത്തിലെ സിന്തറ്റിക് ട്രാക്കിന്റെ നവീകരണത്തിനുള്ള നിർമ്മാണം വീണ്ടും വൈകുന്നു. കഴിഞ്ഞ വർഷം നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നടത്തിയിട്ടും ഏറെ താമസിച്ചാണ് നിർമ്മാണം തുടങ്ങിയത്. വേനൽക്കാലത്ത് നിർമ്മാണം പൂർത്തിയാക്കി അടുത്ത അധ്യയന വർഷം കായിക താരങ്ങൾക്കായി സജ്ജമാക്കുവാനുള്ള സാധ്യത ഇല്ലാതിരിക്കുകയാണ്. കനത്ത മഴ മൂലം സിന്തറ്റിക് പതിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നിർമ്മാണങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. കായിക വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന ബഡ്ജറ്റിൽ അനുവദിച്ച 7 കോടി രൂപ വിനിയോഗിച്ചുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് നടക്കുന്നത്. കേരള സ്പോർട്സ് ഫൗണ്ടേഷനാണ് നിർമ്മാണ ചുമതല. ഡൽഹി ആസ്ഥാനമായുള്ള കമ്പനിയാണ് നിർമ്മാണത്തിന് കരാർ എടുത്തിരിക്കുന്നത്. മുമ്പുണ്ടായിരുന്ന സിന്തറ്റിക് പൊളിച്ചു നീക്കിയ ശേഷം ടാറിങ് നടത്തി ആദ്യ പാളി കറുത്ത സിന്തറ്റിക് വിരിച്ചു. ഇനി പശ തേച്ച് അടുത്ത പാളി കറുത്ത സിന്തറ്റിക് പതിപ്പിച്ചതിന് ശേഷമാണ് ചുവന്ന സിന്തറ്റിക് പതിപ്പിക്കുക. കഴിഞ്ഞ നവംബറിൽ തുടങ്ങിയ നിർമ്മാണം വേനൽക്കാലത്ത് ഊർജിതമായി നടത്താത്തതാണ് നിലവിലുള്ള പ്രതിസന്ധിക്ക് കാരണം. 7 മാസമായി ഇവിടെ പരിശീലനം നിർത്തിവെച്ചിട്ട്. ഇതുമൂലം പാലായിൽ പരിശീലനം നടത്തിയിരുന്ന 100 കണക്കിന് കായിക താരങ്ങളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. വിവിധ അക്കാദമികളായ ജമ്പിംഗ്, ത്രോയിങ്, ഓട്ടം തുടങ്ങിയ ഇനങ്ങളിൽ പരിശീലനം നടത്തുന്നവരാണ് താരങ്ങൾ. സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പാലായിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പഠനവും ഒപ്പം കായിക പരിശീലനവും നടത്തുന്ന നിരവധി താരങ്ങളുമുണ്ട്. സിന്തറ്റിക് ട്രാക്കിൽ പരിശീലനം നടത്തി മികവ് നേടുന്നതിനാണ് താരങ്ങൾ പാലായിൽ പരിശീലനത്തിനെത്തുന്നത്. പാലായ്ക്ക് സമീപമുള്ള നഗരങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ താരങ്ങളെ ഇവിടെ സമയങ്ങളിൽ പരിശീലനത്തിന് എത്തിക്കാറുമുണ്ടായിരുന്നു. ഇതെല്ലാം മുടങ്ങിയിരിക്കുകയാണ്. പാലാ സെന്റ് തോമസ് കോളേജിലെ സാധാരണ മൈതാനിയിൽ ചിലർ പരിശീലനം നടത്തുന്നുണ്ട്. എന്നാൽ പരിശീലനത്തിന് ശേഷം കളിക്കുന്നത് ഉൾപ്പെടെയുള്ള സൗകര്യമില്ലാത്തതിനാൽ താരങ്ങൾക്ക് പലർക്കും പരിശീലനത്തിനെത്തുവാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത്. ഐഫോറിയ ന്യൂസ്, പാലാ.